പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അരിമത്ത്യക്കാരനായ യോസഫിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് നമ്മളുടെയൊക്കെ വിശ്വാസം, പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുടെ, ദാസികളുടെ, നമ്മൾ വലിയ വീര്യപ്രവൃത്തികളൊക്കെ പറയും, പക്ഷേ നമ്മുടെ പ്രവൃത്തിയിൽ വരുമ്പോൾ അതൊന്നും കാണാറില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള, ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു മെസ്സേജാണിത്. അരിമത്ത്യക്കാരനായ യോസഫിനെ കുറിച്ച് നമ്മളെല്ലാവരും ഈ ഒരു അധ്യായം വായിച്ചിട്ടുള്ളവരായിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം ഭയങ്കര അപ്രമേയമാണ്. ഞാനിത് രാവിലെ വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 27 അധ്യായത്തിൻ്റെ 57 വാക്യത്തിൽ, സന്ധ്യയായപ്പോൾ അരിമത്ത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കയാൽ വന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുപ്പാൻ കൽപ്പിച്ചു. യോസഫ് ശരീരം എടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് പോയി. കല്ലറയ്ക്കെതിരെ മഗ്ദലക്കാരത്തി മറിയേയും മറ്റേ മറിയേയും ഇരുന്നിരുന്നു. സ്തോത്രം. നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കേ ഈ ഒരു യോസഫിനെ കുറിച്ച്. ഇത്രമാത്രം ധനികനായതുകൊണ്ടല്ലേ ഈ പീലാത്തോസ് ആ ശരീരം വിട്ടുകൊടുക്കാൻ തയ്യാറായത്? ആ കാലഘട്ടം നമ്മളൊന്ന് നോക്കണം. ഇന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വാസികളെന്ന് പറയും, പക്ഷേ നമുക്കൊക്കെ പബ്ലിക്കലി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളൊരു വിശ്വാസിയാണെന്ന് പറയാൻ പോലും നമ്മൾ മടിക്കുകയും, നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഈ യോസഫിൻ്റെ ജീവിതം നമ്മളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അദ്ദേഹം ഒരു ഭയങ്കര ധനികനായ ഒരു മനുഷ്യനാണ്, ഒരു നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിച്ചു, നിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ വരണമേ എന്ന്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. വൺ വെയിറ്റിംഗ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അവൻ ഈ യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യനാണ്, എ മെമ്പർ ഓഫ് ദ കൗൺസിൽ. യേശു കർത്താവിൻ്റെ ഒരു ഡിസൈപ്പിൾ എന്ന് പറയുമ്പോൾ പബ്ലിക്കലി അവൻ ഡിക്ലെയർ ചെയ്തില്ല, സീക്രറ്റ്ലി, ബിക്കോസ് യഹൂദന്മാരെ ഭയന്നിട്ട് യേശു കർത്താവിൻ്റെ കൂടെ നടക്കുകയാണ്. പക്ഷെ താനൊരു ശിഷ്യനാണെന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ ആ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് കണ്ടില്ല. പക്ഷേ ആ മഹാധൈര്യത്തിൻ്റെ, ആ വിശ്വാസത്തിൻ്റെ ശോധന അവിടെയാണ് റിഫ്ലക്റ്റ് ആകും. നമ്മളൊക്കെ ഉയർത്തെഴുന്നേറ്റ് ശേഷം വിശ്വസിക്കുമായിരിക്കാം, പക്ഷേ അന്ന് അവന് ഭയത്തിലിരിക്കുന്ന ഈ ഒരു യോസഫ് മരിച്ചതിന് ശേഷം ആ ശരീരം ചോദിച്ചു വാങ്ങണമെങ്കിൽ അദ്ദേഹത്തിലൂടെ വ്യാപരിച്ച അത്യന്ത ശക്തി കാരണം എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തെക്കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഓൾറെഡി പ്രവചനമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 53 അധ്യായത്തിൻ്റെ 9 വാക്യം, ഐസയ ചാപ്റ്റർ 53:9, അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടു കൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. ഇത് ദൈവവചനത്തിൻ്റെ ഒരു നിവർത്തിയാണ്. മനുഷ്യർ യേശുവിനെ തള്ളിക്കളഞ്ഞു, മതനേതാക്കളെല്ലാം അവനെ കുറ്റക്കാരനാക്കി, ജനങ്ങളെല്ലാം പരിഹസിച്ച് നിൽക്കുകയാണ്. പക്ഷേ ദൈവം മുമ്പേ ഒരു സമ്പന്നൻ്റെ കല്ലറ ഒരുക്കിയിരുന്നു. മരണത്തിലും ദൈവത്തിൻ്റെ പ്രവചനം പരാജയപ്പെടുന്നില്ലെന്ന് നമ്മളത് കാണുകയാണ്. ജോസഫ് കംപ്ലീറ്റായിട്ടും യേശു കർത്താവിനെ ആക്കിയിരുന്നില്ല. ദൈവം അവൻ്റെ കരുണയെ തിരുവെഴുത്ത് നിവർത്തിയാക്കാനായി ഉപയോഗിച്ചു. അവൻ ഭയന്നിരുന്നത് യഹൂദന്മാരെയാണ്, പക്ഷേ അവന് ദൈവത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു. ആ ഒരു സ്നേഹമാണ് ഈ വലിയൊരു ദൗത്യത്തിലേക്ക് അവനെ നയിക്കുന്നത്. നമ്മളുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാൻ. നമ്മുടെ സിറ്റുവേഷൻ ബാഡായിരിക്കും, പക്ഷേ നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്? ഭയത്തിൽ കർത്താവിൻ്റെ കൃപ നമുക്ക് തികഞ്ഞു വരും. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സിറ്റുവേഷനിലും യഥാർത്ഥമായ പ്രേമമാണോ നമ്മളൊന്ന് ശോധന ചെയ്താട്ടെ. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്താട്ടെ യൂദാസിനെ കുറിച്ച്. യൂദാസ് യേശു കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യനാണ്, പബ്ലിക്കലി എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അരിമത്ത്യക്കാരനായ യോസഫും യേശു കർത്താവിൻ്റെ കൂടെയുണ്ട്, പക്ഷേ ആരും അറിയുന്നില്ല. പക്ഷേ അവൻ പുറമേ അല്ലായിരുന്നു, അവൻ്റെ അകമേ ആയിരുന്നു
അവൻ മറിയെപ്പോലെ സകലവും സംഗ്രഹിക്കുന്നൊരു സ്നേഹമായിരുന്നു. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എല്ലാവരും കാണുന്നത് ഷോ ഓഫ് ചെയ്യുന്നതും യഥാർത്ഥമായ സ്നേഹമാണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെ തന്നെ നമ്മളൊന്ന് ശോധന ചെയ്താൽ മതി, മറ്റാരിലൂടെയും ശോധന ചെയ്യേണ്ട. ഈ അരിമത്യക്കാരനായ യോസഫ് തക്ക സമയത്ത് പ്രയോജനപ്പെടുകയാണ് ദൈവത്തിന്. ഈ യൂദാസിനും ഇതുപോലെ തന്നെയാണ്. ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. തക്ക സമയമായപ്പോൾ അവൻ ഒറ്റുകൊടുത്തു. എന്നാൽ അരിമത്യക്കാരനായ യോസഫിൻ്റെ വിശ്വാസം, അവൻ്റെ ആ സ്നേഹം അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തായിരുന്നു. ആ കർത്താവിനോടുള്ള പ്രേമം, അവൻ യഥാർത്ഥമായിട്ട് ദൈവരാജ്യം വരുവാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഏതു ദുർഘട സമയത്തും വലിയൊരു നിർഭയമായി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഭയം ഇല്ലാതെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർ തക്ക സമയമാകുമ്പോൾ ഓടി ഒളിക്കുവാനിടയാകും. സോ അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ എൻഡ് ടൈമിൽ നമ്മൾ നിൽക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു ദേവദാസൻ ഒരു പേജ് ഇട്ട്, ഞാനത് ഷോർട്സിലിട്ടിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെയും അനേക സഹോദരിമാർ പാസ്റ്റേഴ്സ് പേടിച്ചോടി പ്രശ്നങ്ങൾ കൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക്. ഭാര്യമാർ സമ്മതിക്കുന്നില്ല, പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരൊക്കെ ഓടുകയാണ്. അപ്പോൾ ചില സഹോദരിമാരാണ് ഈ ചർച്ചകളൊക്കെ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നതെന്ന്. ദൈവത്തിൻ്റെ, നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. ഇതൊക്കെ മുന്നമേ ഉള്ളതാണ്. കാരണം യേശു കർത്താവിൻ്റെ മരണ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായിട്ട്, ശവസംസ്കാരത്തിന് മുന്നോടിയായിട്ട് യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അറിയാം ഇത് പുരുഷന്മാരെ ചെയ്യത്തോളെന്ന്. അതുകൊണ്ട് ഒരു സ്ത്രീയെ കൊണ്ട് തന്നെ ചെയ്യിച്ചു എന്നാണ്. പുരുഷന്മാർ അവളെ പരിഹസിക്കുന്നു, പുച്ഛിക്കുന്നു, ദേഷ്യപ്പെടുന്നു. ഈ 300 വെള്ളിക്കാശ് എന്തിനാ നീ ഈ തൈലം കൊണ്ടുവന്ന് ഈ വേസ്റ്റ് ചെയ്ത് തലയിൽ ഒഴിച്ചെന്നാണ്. എല്ലാവരും കാലിലൊഴിച്ചു തുടച്ചത് പറയും. പക്ഷെ അവിടെ പറയുന്നുണ്ട്, അവൾ നല്ല പ്രവൃത്തിയല്ലോ എങ്കിൽ ചെയ്തതെന്ന്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. നമുക്കാർക്കും മനസ്സിലാകാതെ പോകുന്ന ചില അനുഭവങ്ങൾ ബൈബിളിലുണ്ട്. അതാരും കാണുന്നില്ല. യഥാർത്ഥമായ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ആഴത്തിലുള്ളതിനെ കണ്ടുപിടിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പുറമേ ഉള്ളത് യുദാസിനെ പോലെ ഇങ്ങനെ കണ്ട് ഇത് ദൈവവചനമാണോ, ഇത് നീതിയാണോ, ഇതിങ്ങനെയാണോ, തലയെ അവമാനിച്ചില്ല, ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ അവൻ്റെ ഹൃദയം അറിയുന്നവരുണ്ടല്ലോ, അപ്രമേയമായ സ്നേഹമുള്ളവരുണ്ടല്ലോ, വലിയ വീര്യപ്രവൃത്തികൾ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ദൈവത്തിന്. ആർ യു ദ വൺ? അതോ എല്ലാവരെയും പോലെ നമ്മളിങ്ങനെ ഒഴുകി പോവുകയാണോ? സോ യോസഫിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ യോസഫ് വലിയ പ്രസംഗമൊന്നും നടത്തിയിട്ടില്ല, വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല, വലിയ പ്രവചനമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ലോകം യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ കൂടെ നടന്ന സഹോദരന്മാർ പോലും അപമാനിച്ച് പുറകോട്ട് പോയപ്പോൾ അവൻ യേശുവിനെ ബഹുമാനിച്ചു എന്നാണ്. ഇതാണ് വലിയ കാര്യം. അവൻ നേരെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ അവനിൽ വ്യാപരിച്ച അപ്രമേയമായ ഒരു ധൈര്യമുണ്ട്. യേശുവിൻ്റെ ശരീരം ചോദിക്കുകയാണ്. ഇത് സാധാരണപ്പെട്ട ഒരു സംഭവമല്ല. ഇത് വലിയ ഡേഞ്ചറസ് ഒരു കാര്യമാണ്, അപകടകരമായി. കാരണം ഇവനെ വേണമെങ്കിലും അവർക്ക് ക്രൂശിൽ തറയ്ക്കാം. കാരണം ഇതുവരെയും അവൻ ആഗ്രഹിച്ചത് ഇവരാരും അറിയരുത് ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണെന്ന്. ഇപ്പം യേശു അവിടെ ഇല്ല, നോട്ട് പ്രസൻ്റ്ലി അവിടെ ഇല്ല, മരിച്ചു കഴിഞ്ഞു. അപ്പോഴും പോയിട്ട് ഞാൻ അവൻ്റെ ശിഷ്യനാണെന്ന് അറിയിക്കണമെങ്കിൽ അതൊരു അപ്രമേയ ധൈര്യമാണ്. നമ്മളെയും ചില സമയങ്ങളിൽ ദൈവം ഇതിനു വേണ്ടി കണ്ടിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും? മറിയെപ്പോലൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ആളുകളെല്ലാവരും അറിയും ഇവൻ യഹൂദനായിരിക്കെ ഇവൻ യേശുവിൻ്റെ ഫോളോവറാണെന്നറിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന റെപ്യൂട്ടേഷൻ പോകും, അവൻ്റെ ബിസിനസ് നഷ്ടമാകും. ഇതൊന്നും മറ്റ് വലിയ സംഭവമായ നേതാക്കളൊക്കെ ഉണ്ട് ഇന്ന് ഭൂമിയിൽ സംഭവിക്കുന്നു. നമ്മൾ ക്രിസ്തുവിൻ്റെ എല്ലാ സഹോദരിമാരും കടന്നു പോകുന്നുണ്ട് ഓരോ ഭവനങ്ങളിലും. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു പറയുമ്പോൾ മക്കൾ, ഹസ്ബൻഡ്, കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ എല്ലാം നമ്മളെ തള്ളിക്കളയാം. ഇതൊക്കെ യോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. എന്നിട്ട് പോലും അതിനെയെല്ലാം മറന്നിട്ട് കിങ്ഡത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അപ്രമേയമായ ധൈര്യം, ആ സ്നേഹം, അവനാണ് ഇനി ചെയ്യാനുള്ളതെന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ ആരെയും നോക്കാതെ മുന്നോട്ട് വന്നു. അവൻ്റെ വിശ്വാസം അവൻ മറ്റുള്ളവരെ കാണിച്ചു. അവൻ്റെ പ്രശസ്തിയേക്കാൾ അവൻ ഏറ്റവും വലുത് അവൻ്റെ വിശ്വാസമായിരുന്നു. സ്നേഹം ഭയത്തേക്കാൾ അതിശക്തമായി പ്രകടിപ്പിക്കാൻ ദൈവം അവന് ധൈര്യം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. സോ ജോസഫ്
യേശു കർത്താവിന് പുതിയ ഒരു കല്ലറ യേശു കർത്താവിന് നൽകിയെന്നാണ്. പഴയതൊക്കെ നൽകാൻ എളുപ്പമായിരിക്കാം, പേടിച്ചിട്ട്. പക്ഷേ പുതിയ കല്ലറ തന്നെ യേശുവിന് നൽകി. അന്നത്തെ കാലത്ത് കല്ലറകൾ എന്ന് പറയുന്നത് ഭയങ്കര റിച്ചായിട്ടുള്ളവർക്ക് മാത്രമേ പറ്റൂ. വളരെ വിലയേറിയതാണ്. നമ്മളുടെ നാട്ടിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, യാക്കോബ സഭയിൽ കല്ലറയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. കല്ലറ വിറ്റൊരു കളിയില്ല അവർക്ക്. പള്ളിയുടെ കുടുംബക്കല്ലറ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര, എന്താ പറയുക, അതിന് എത്ര പൈസ കൊടുത്തവരുണ്ടാക്കാനും അത് പിന്നീട് അത് പണിയാനും ഒന്നും അവർക്ക് ഒരു പ്രയാസവുമില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഈ കല്ലറ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബം ബഹുമതിയുടെ ഒരു അടയാളമായിട്ടാണ് ഈ കുടുംബക്കല്ലറയെ കാണുന്നത്. യോസഫ് തൻ്റെ സ്വന്തം കാര്യം, അവൻ്റെ എല്ലാം അവൻ യേശു കർത്താവിൽ അങ്ങ് അടിത്തറ വയ്ക്കുകയാണ്. അവനറിയാം, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തിന് വേണ്ടി തൻ്റെ അപ്പനെയോ അമ്മയോ എല്ലാം വിറ്റ് ഈ നിത്യതയ്ക്ക് വേണ്ടി ഇവിടെ നഷ്ടപ്പെടുത്തുന്നവന് എത്ര പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കുമെന്നുള്ള കാര്യം യോസഫിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ജ്വലിച്ചു കാണും. നമ്മുടെ തക്ക സമയത്ത് ചില വചനങ്ങൾ ജ്വലിക്കും നമ്മുടെ ഉള്ളത്തിൽ. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ അവൻ്റെ ചൂടടയാളം വഹിക്കുന്നു, എന്നോട് നിങ്ങളൊന്നും മിണ്ടണ്ടെന്ന്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ, യേശു ആ കല്ലറയിൽ 3 ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത്. യോസഫ് തൻ്റെ ഏറ്റവും നല്ലത് ദൈവത്തിന് നൽകി. ദൈവം അതിനെ ഉയർപ്പിൻ്റെ മഹത്വത്തോടെ നിറച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. 3 ദിവസത്തേക്ക് മാത്രമേ ആ കല്ലറ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. യോസഫിൻ്റെ ജീവിതം ദൈവം ഇതിലെ നമ്മളെ പഠിപ്പിക്കുന്നത്, യഥാർത്ഥമായൊരു ശിഷ്യൻ, ഒരു പാസ്റ്റർ, ഒരു ഇവാഞ്ചലിസ്റ്റ്, ഒരു അപ്പോസ്റ്റൽ, അവരുടെ യഥാർത്ഥമായ മിനിസ്ട്രിയുടെ കഷ്ടസമയത്തിലാണ് വെളിപ്പെട്ട് വരുന്നത്. ക്രൂശാണ് അത് റിയാലിറ്റിയിൽ അവരെ കാണിക്കുന്നത്, യഥാർത്ഥമായി ഇവരുടെ വിശ്വാസം എത്രയുണ്ടെന്ന്. അത്ഭുതങ്ങളുള്ളിടത്ത്, ജനക്കൂട്ടമുള്ളിടത്ത്, ഇതിനെല്ലാം ഉള്ളിടത്ത് ആളുകളെല്ലാം നിൽക്കും. പക്ഷെ അവിടെയൊന്നും യേശു കർത്താവ് ഉണ്ടാവണമെന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ ചെയ്യാൻ ധൈര്യപ്പെടണമെന്നില്ല. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അവർ മാറ്റിയെടുക്കാനായിട്ട് ജനക്കൂട്ടത്തിൻ്റെ അപ്രിസിയേഷന് വേണ്ടി ഓടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ യേശു കർത്താവിന് വേണ്ടി നിൽക്കാൻ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്താൻ എത്ര പേര് തയ്യാറാണ്? പരീക്ഷയിലൂടെ കടന്നു പോകാൻ എത്ര പേര് തയ്യാറാണ്? യോസഫ് ആ പരീക്ഷയിൽ വിജയിച്ചെങ്കിൽ നമ്മളും വിജയിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സോ ജോസഫിൻ്റെ ജീവിതം നമുക്കൊരു സ്പെഷ്യലായിട്ട് തോന്നാൻ കാരണം ഈ കാര്യം നിങ്ങളൊന്ന് ഹൃദയത്തിലേക്കൊന്ന് ഇറക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടെ നടന്നപ്പോഴുമൊക്കെ യേശുവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ എല്ലാവരും പിരിഞ്ഞുപോയി. ജനക്കൂട്ടം മുഴുവൻ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തേ. എല്ലാവരും വിട്ടുപോയി. ആ നഗരം മുഴുവനും ഭയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. കൂടെ അറിയപ്പെട്ട ശിഷ്യന്മാരെല്ലാം ഒളിച്ച് മാറി നിൽക്കുകയാണ്. പത്രോസ് തള്ളി വരെ പറഞ്ഞു. ഇപ്പം നിൽക്കുന്നത് യേശു ഒരു തോറ്റവനെ പോലെ നിൽക്കുന്നൊരു സമയമാണ്. പക്ഷെ അവിടെയാണ് യഥാർത്ഥ വിശ്വാസം. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവരോട് യേശു കർത്താവ് പറഞ്ഞതൊക്കെ അവർ മറന്നുപോയി. പക്ഷേ യേശു അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും പലരും അവനെ സ്നേഹിച്ചു, അവൻ്റെ കൂടെ നിന്നു. നമ്മൾ എത്ര പേരെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ ഈ ജോസഫിൻ്റെ സ്നേഹം ഭയങ്കര അപ്രമേയമായിരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ക്രൂശിലെ ആ മരണത്തെ കണ്ട ജോസഫ് അവൻ്റെ റെപ്യൂട്ടേഷൻ, അവൻ്റെ പൊസിഷൻ, അവൻ്റെ കംഫോർട്ട്, അവൻ്റെ ആക്സെപ്റ്റൻസ് എല്ലാം വിറ്റിട്ട് ആ സത്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്നൊരു വ്യക്തിയാണ് യോസഫ്. നമ്മളെയും ഇതുപോലെ തന്നെ ദൈവം ചോദിക്കുകയാണെന്ന്. ജോസഫിൻ്റെ ജോസഫിനെ പോലെ ഒരു രഹസ്യ ശിഷ്യനായിരിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭയമാണ് അവനെ മിണ്ടാതാക്കിയത്. പക്ഷെ ക്രൂശ് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ചിലപ്പോൾ ദൈവം കഷ്ടങ്ങൾ അനുവദിക്കുന്നത് നമ്മൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ ആ ക്രൂശിനോട് ചേർത്ത് നമ്മളെ ഒന്ന് വെളിപ്പെടുത്തി കാണിക്കാനാണ്. ഒന്ന് ഓർത്തുകൊള്ളുക, ദിസ് ഈസ് എൻഡ് ടൈം. നമ്മൾ ഓരോരുത്തരും മറഞ്ഞിരിക്കുന്ന ഓരോ വിശ്വാസികളും ധൈര്യശാലികളാകാൻ പോകുന്നൊരു സമയമാണ്. ആ സിറ്റുവേഷൻ ദൈവം തന്നെ ഒരുക്കും. ഭയപ്പെട്ടിരിക്കുന്ന അനേക ഹൃദയങ്ങൾ ഇനി ശക്തരാകാൻ പോവുകയാണ്. അത് ദൈവം തന്നെ ചെയ്തുകൊള്ളും. നമ്മൾ അവനോട് ചേർന്നിരുന്നാൽ മതി. ലോകം തള്ളിയാലും യഥാർത്ഥമായൊരു ശിഷ്യൻ അവൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ.
ജോസഫിൻ്റെ മാന്യതയും സ്ഥാനവും അവൻ്റെ സൗകര്യവും അവൻ്റെ ആളുകളുടെ അംഗീകാരം ഒന്നും അവൻ വില വയ്ക്കാതെ സത്യത്തിന് അവൻ വില കൊടുക്കുവാൻ അവൻ നിന്നു. ഹല്ലേലൂയ. ജോസഫ് സ്വന്തം കല്ലറ യേശുവിന് നൽകിയെങ്കിൽ ലോകത്തിന് മനസ്സിലായി ഇവിടെ ഫിനിഷായെന്ന് യേശു. പക്ഷേ ആ കല്ലറ ഉയർപ്പിൻ്റെ ഒരു സ്ഥലമായി മാറി. ഹല്ലേലൂയ. നിന്നിലൂടെ ആ ഉടഞ്ഞ പാത്രത്തിൻ്റെ അകത്തുകൂടെ ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഉടയ്ക്കുന്നത്. നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല നമ്മുടെ സ്നേഹം. പലരും എന്നെ വിളിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ, വിഷയങ്ങളെ പറയുവാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുവാൻ. ഹല്ലേലൂയ. അനേകർ ഇന്നും വിശ്വാസമില്ലാതെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും അവരുടെ സിറ്റുവേഷനുകൾ. ഹല്ലേലൂയ. അവിടെയൊക്കെയും നമ്മളെ ദൈവം കണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ ഹൃദയത്തോട് ദൈവം വ്യക്തിപരമായി ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മളുടെ റിജക്ഷൻ, നമ്മുടെ പെർസിക്യൂഷൻ, നമ്മുടെ ഒറ്റപ്പെടുത്തലുകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭയങ്കരമായ പ്രഷറുകൾ, നമ്മളെ കുത്തി കളിയാക്കുന്നത്, ഇറ്റ് ഈസ് ഓക്കെ. ദൈവം പിന്നെയും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണം. ആ തക്ക സമയത്ത് നമ്മളെ ദൈവം ഉപയോഗിക്കും. എല്ലാവരും നമ്മളെ തള്ളട്ടെ, പീഡിപ്പിക്കട്ടെ, ഏകാന്തതയിലാക്കട്ടെ, നമ്മളെ സമ്മർദ്ദത്തിലിടട്ടെ, പരിഹസിക്കട്ടെ. ഒരത്ഭുതം നടക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ എളുപ്പമാണ് അല്ലേ? പക്ഷേ ഒന്നുമില്ലാതിരിക്കുമ്പോഴും അവിടെ നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമോ? അതാണ് ഇന്നത്തെ ചോദ്യം. ഇരുണ്ട സമയത്ത് യേശുവിനെ ബഹുമാനിച്ചതിനാലാണ് യോസഫ് പേരിന്നും ഓർമ്മിക്കപ്പെടുന്നതെങ്കിൽ ഈ യോസഫിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ശോധന ചെയ്തേ. അവൻ്റെ ധൈര്യം അപ്രമേയമാണ്. നിങ്ങൾ കുറച്ച് വീക്കായിട്ട് തോന്നുവാണെങ്കിൽ, നിങ്ങളുടെ ശബ്ദം സൈലൻ്റ് ആണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഒന്നുമേ പറ്റുന്നില്ലെങ്കിൽ ഈ യോസഫിനെ ഒന്ന് ഈ ഒരു അനുഭവം ഒന്ന് ഓർത്താട്ടെ. മർക്കോസ് 15-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു എന്ന്. ഹല്ലേലൂയ. എത്ര ധൈര്യമാണ്! ദൈവരാജ്യത്തെ കാത്തിരുന്ന ഒരു മനുഷ്യനാണ് യോസഫ് എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അവൻ്റെ ധൈര്യം, യോസഫ് അടുത്ത് അത്രമാത്രം ധനികനായൊരു മനുഷ്യനായിരിക്കണം. അല്ലാതെ എങ്ങനെയാണ് ഇത്രമാത്രം ധൈര്യത്തോട് പോയി ആ ബോൾഡ്ലി ആ ഒളിച്ചിരുന്ന ഡിസൈപ്പിളിന് ഈ ക്രൂശി മരണത്തിന് ശേഷം പോയി ചോദിക്കാനുള്ള ധൈര്യം? ഹല്ലേലൂയ. നമ്മളത് ചിന്തിക്കാം. ഈ യഥാർത്ഥമായ ശിഷ്യന്മാരെ മനസ്സിലാക്കുന്നത് എല്ലാവരോടും അവർ ചേർന്ന് നിൽക്കത്തില്ല. അവർക്ക് സത്യത്തിന് വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ. അതിന് ഉദാഹരണമായിട്ട് ലൂക്കോസ് 23-ാം അധ്യായത്തിൻ്റെ 50 മുതലുള്ള വാക്യങ്ങളിൽ അരിമത്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസേഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു, പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. ഹല്ലേലൂയ. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതൊരു അപ്രമേയമായ സ്നേഹമാണ്. ആ യോസഫിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളുടെ ജീവിതവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത്, അവൻ നല്ലൊരു മനുഷ്യനാണ്, ഒളിച്ചിരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അവൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് കത്തി. അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല. ഞാനിവിടെ എൻ്റെ ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഒരു സഹോദരി എന്നെ വിളിക്കുവാനിടയായി മറ്റൊരു രാജ്യത്ത് നിന്നും. ഞാനായിരിക്കുന്ന രാജ്യത്തു നിന്ന് തന്നെയാണ്. എന്നാൽ അവരുടെ പേഴ്സണലായിട്ടുള്ളൊരു വിഷയം പറയാൻ പ്രാർത്ഥിക്കാനായിട്ടായിരുന്നു. വിശ്വാസികളാണ്, വളരെ ശക്തമായി ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഈ രാജ്യത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്റ്റാൻഡിനെ കുറിച്ച്, അപ്രമേയമായ കർത്താവിൻ്റെ തന്ന ദൗത്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും യുദ്ധവീരന്മാരായി എഴുന്നേൽക്കണമെന്ന്. അപ്പം അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആ വിഷയങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയിട്ട്. ആ ഫോക്കസ് ഒരു പോയിൻ്റ് ഒന്നും മാറിയല്ല. ആ ഫോക്കസ്, ആ വിഷയം മാറിപ്പോകാനായിട്ടല്ല ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണ്ടെന്ന് ഒരു ഭക്തൻ അറിഞ്ഞാൽ അവിടെയാണ് പ്രേമം. ഇത് എൻ്റെ ടൈമാണ്. ഇതുപോലൊരു സിറ്റുവേഷനിലൂടെ നമ്മളെല്ലാവരെയും ദൈവം കടത്തിവിടുകയാണ്. ഏത് സമയവും ലോകം അവസാനിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മരണം വരാം. നമുക്ക് ആ പ്രശ്നം തരുന്നത് കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ, കുറച്ച് സമയം കൂടെ അവനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ. അവനറിയാതെ ഒരു സംഭവം നടക്കുന്നില്ല. ഞാനിപ്പോഴൊരു ഷോർട്സ് കാണാനിടയായത്, ഒരു മകനാണ്. അവൻ്റെ ആ വീഡിയോ അങ്ങനെ ആരും ഒന്നും കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവൻ പറഞ്ഞതാണ്, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ മകന് അമ്മയുടെ പ്രാർത്ഥന ഒരു തമാശ പോലെ തോന്നി.
ഒരു മലയോര തണുപ്പുള്ള സ്ഥലമാണ്. അവൻ ബിസിനസ്സുകാരനാണ്. അവൻ എന്നും വൈകുന്നേരം രാത്രിയിലൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്. അപ്പോൾ അമ്മ അവനോട് കർത്താവിനെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ അവന് തമാശയാണ്. എന്നാൽ പിന്നെ അമ്മ ദൈവത്തോട് പറ, എൻ്റെ വണ്ടി അങ്ങ് ഓടിച്ചുകൊണ്ട് വരാൻ. എടാ, ദൈവം ഉള്ളതുകൊണ്ടാടാ നീ സുഖത്തെ സമാധാനത്തോടെ ഒന്നുമില്ല ധൈര്യത്തോടെ വീട്ടിലെത്തുന്നതെന്നൊക്കെ പറഞ്ഞാൽ തമാശയും കളിയാക്കുന്ന മകൻ. ഒരു ദിവസം അവൻ്റെ വണ്ടി സ്റ്റക്കായപ്പോൾ അവന് വണ്ടി ഓടിച്ചുകൊണ്ട് വരാൻ പറ്റുന്നില്ല. അവനവിടെ വിഷമിക്കുമ്പോൾ ഒരു വയസ്സനായ ഒരു മനുഷ്യൻ ലൈറ്റും കൊണ്ടുവന്ന് ഒരു വിളക്കും കൊണ്ടുവന്ന് എന്തു പറ്റി മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിൻ്റെ അമ്മയുടെ പ്രാർത്ഥന നിൻ്റെ കൂടെയുണ്ട്. പക്ഷെ നീ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നീ ഒന്ന് ഓൺ ചെയ്ത് നോക്ക്, ഞാൻ പോയതിന് ശേഷം അത് ഓണാകും. അതുപോലെ തന്നെ കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പം അവിടെ പതുക്കെ ടേൺ ചെയ്യാവൂ പറഞ്ഞു. അവൻ അങ്ങനെ തന്നെ ഒരു അല്പസമയത്തിന് ശേഷം ഓൺ ചെയ്തപ്പോൾ വണ്ടി ഓണായി. അവൻ ഇടത്തോട്ട് തിരിയുമ്പോൾ പതുക്കെയാണ് എടുത്തത്. അപ്പോഴാണ് അവിടെ ഇടിഞ്ഞു കിടക്കുന്ന ഒരു മല കാണുന്നത്. സ്പീഡിൽ വന്നിരുന്നെങ്കിൽ അവിടെ അവൻ വീണ്ടും ആക്സിഡൻ്റ് ആയേനായിരുന്നു. അവൻ അന്ന് കർത്താവിൽ വിശ്വസിക്കുവാൻ, അവൻ്റെ അമ്മ പറഞ്ഞത് എന്താണെന്ന് അവനെ മനസ്സിലാക്കുവാൻ അവന് സാധിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ആർക്കും മനസ്സിലാകുന്നില്ല, തമാശയായിട്ട് തോന്നും, കോമഡിയായിട്ട് തോന്നും. എന്നെയും അതുപോലെയാണ് അനേകരും കാണുന്നത്. അതൊക്കെ ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിച്ചു. നമ്മളെ ഒരുക്കിയിരിക്കുന്നത് ഈ അരിമത്യക്കാരനെ യോസഫിനെ പോലെ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കാം. യോസഫിനെ പോലെ മിണ്ടാതെ ഇരിക്കുക. പക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ തീയുണ്ടല്ലോ, കത്തണം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യോഹന്നാൻ 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 38-ാമത്തെ വാക്യം, അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടുപോകാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു വന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, എത്രമാത്രം ധൈര്യമാണ്! യോസഫ് യേശുവിൻ്റെ ശിഷ്യനായിരുന്നു. എന്നാൽ യഹൂദന്മാരെ ഭയപ്പെട്ടതുകൊണ്ടാണ് രഹസ്യത്തിലിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. അവനോടുള്ള അപ്രമേയ സ്നേഹം, അവൻ നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. ദൈവമക്കളെ, ഒരു ഈറ്റുനോവ് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ഈ അന്ത്യകാലത്തിലെ? നമ്മൾ ആ ഈറ്റുനോവ് അനുഭവിക്കുന്നുവെങ്കിൽ നമുക്ക് എല്ലാത്തിനേക്കാട്ടിലും ഇമ്പോർട്ടൻസ് ഇതായിരിക്കും. രാവിലെ പ്രാർത്ഥിക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന വാക്യമാണിത്. നിങ്ങളോട് പറയുവാനായി, നിങ്ങളെ എൻകറേജ് ചെയ്യാനായി, ദ ക്രോസ് റിവീൽഡ് ഹൂ ട്രൂലി ലവ്ഡ് ജീസസ്. ഡു നോട്ട് ബി അഷെയിംഡ് ഓഫ് ജീസസ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. ദൈവമക്കളെ, നമ്മുടെ ഹിഡനായിരിക്കുന്ന ഫെയ്ത്ത്, അത് ബോൾഡ് ഫെയ്ത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയാകും. ദ ഹിഡൻ ഫെയ്ത്ത് മസ്റ്റ് ബിക്കം ബോൾഡ് ഫെയ്ത്ത്. God can use one act of courage to fulfill prophecy and glorify Christ. The cross revealed who truly loved Jesus. കഷ്ടസമയത്ത് യേശു കർത്താവിനെ കുറിച്ച് ലജ്ജിക്കരുത്. നിന്റെ അകത്തിരിക്കുന്ന വിശ്വാസമുണ്ടല്ലോ, അത് പുറത്തു കൊണ്ടുവരും കർത്താവ്. നീ ഒരു വിശ്വാസിയാണെന്ന് ക്രൂശിലൂടെയാണ്, നിന്റെ കഷ്ടത്തിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. നിന്റെ പ്രവൃത്തി ദൈവം കാണാതിരിക്കുകയില്ല. ക്രൂശാണ് യഥാർത്ഥത്തിൽ ആരാണ് യേശുവിനെ സ്നേഹിച്ചതെന്ന് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വർഷം ഈ പുതിയ നിയമത്തിൽ കാത്തിരുന്നത് ഹന്നയാണ്. ഹന്ന 65-ൽ കൂടുതൽ വർഷം വിധവയായ സ്ത്രീ വാർദ്ധക്യത്തിലെത്തിയിട്ടും ആലയത്തിൽ കാത്തിരിക്കുകയാണ് യേശു കർത്താവിനെ കാണുവാനായിട്ട്. ഇങ്ങനൊരു രക്ഷകൻ വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. 30 വർഷത്തോളം യേശു കർത്താവ് കാത്തിരുന്നു അനോയിറ്റിങ്ങിന് വേണ്ടിയിട്ട്. യോസഫ് കാത്തിരുന്നു 14ഓളം വർഷം. അബ്രഹാം 25ഓളം വർഷം. ആ കുളക്കടവിൽ ആ രോഗി, അദ്ദേഹം തളർവാദ രോഗിയാണെന്നൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ രോഗം കാരണം അദ്ദേഹത്തിന് പതുക്കെ പോകാൻ പറ്റുള്ളൂ. 38 വർഷക്കാലം. ഇതുപോലെ നമ്മൾ എത്ര വർഷമായി കാത്തിരിക്കുന്നു. അപ്പോഴും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെക്കുറിച്ച് പറയാൻ മിണ്ടാതിരിക്കാനല്ല. നിൻ്റെ ആ പ്രേമം വർദ്ധിക്കട്ടെ. അവൻ പറയുന്നതല്ലാതൊന്നും ചെയ്യേണ്ട നീ. ഹല്ലേലൂയ. അവൻ പറഞ്ഞ സത്യങ്ങളിൽ വിശ്വസിക്ക്. അതാണ് അരിമത്യക്കാരനായ ജോസഫും യൂദാസും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ ഭൗതികത്തെ, ഈ ഭൂമിയിലുള്ളതിനെ മാത്രമേ സ്നേഹിക്കാൻ ആഗ്രഹിച്ചുള്ളൂ, അതിനുവേണ്ടി യേശുവിൻ്റെ കൂടെ നടന്നു. മറ്റൊരാൾ നിത്യതയെക്കുറിച്ച്, ഉയരത്തിലുള്ളതിനെക്കുറിച്ച്, അതാണ് വചനം പറയുന്നത്, നിങ്ങൾ ഉയരത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവിൻ. നമ്മൾ ഉയരത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണമേ. കൊളോസ്യൻ 3:1 പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ.
നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, വളരെ ജാഗ്രതയോടുകൂടെ നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുക. അവനേക്കാൾ ഉപരിയായി ഒന്നിനെയും സ്നേഹിക്കുന്നത്. അതൊരു ഐഡിയൽ വർഷിപ്പായിട്ട് മാറും. അത് കുഞ്ഞായിരിക്കട്ടെ, അമ്മയായിരിക്കട്ടെ, സ്വത്തായിരിക്കട്ടെ, സമ്പത്തായിരിക്കട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, സകല ജാഗ്രതയോട് നിൻ്റെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കുക, അവനെ സ്നേഹിക്കുക. ഒരു ഉത്തമ ഗീതമായി നമ്മുടെ ജീവിതം മാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇതിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഹബാറിയ സിഖുറൂഷമക്കന്തുരവി. ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചവിട്ടിയ ദേശങ്ങളെല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ. അവിടേക്ക് മരിമധ്യനായ യോസഫ് ഉണ്ടാകട്ടെ. എല്ലാ സ്ഥലങ്ങളിലും അവൻ്റെ അപ്രമേയമായ വിശ്വാസം വർദ്ധിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അല്ല, മരിച്ച അടക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് അവൻ പോയതെങ്കിൽ ആ പ്രേമം, ആ സ്നേഹം അപ്രമേയമാണ്. ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോഴും, ഒറ്റയ്ക്കായിരിക്കുമ്പോഴും, എല്ലാവരും റിജക്റ്റ് ചെയ്യുമ്പോഴും ആ കർത്താവിനെ തന്നെ മഹത്വപ്പെടുത്തുവാൻ, ഉയർത്തുവാൻ, അവനെ സ്തുതിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ, അവന് വേണ്ടി ഹന്നയെ പോലെ കാത്തിരിക്കുവാൻ. എല്ലാ ദൈവദാസന്മാരുടെ മേലും ദൈവഭയം ഇറങ്ങട്ടെ. വിശ്വാസികളുടെ മേൽ ദൈവഭയം ഇറങ്ങട്ടെ. പേടിച്ചിരണ്ടിരിക്കുവാനല്ല, പുറത്തേക്ക് വരുവാൻ, കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യനെന്ന് എല്ലാവരും അറിയത്തക്ക രീതിയിൽ ജീവിതം കൊണ്ട് കാണിക്കുവാൻ. സ്വർണ്ണം ഊരിയത് കൊണ്ടോ, വെള്ളം ഉടുപ്പിട്ടതുകൊണ്ടോ, തലയിൽ തുണിയിട്ടോ, ചെരുപ്പ് ഊരിയത് കൊണ്ടോ ഒന്നുമല്ല, ബൈബിൾ പിടിച്ചതുകൊണ്ടല്ല. ആ സമയത്ത് ക്രൂശാണ് ഒരു ഭക്തൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നുള്ള സത്യം ലോകത്തിലുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ നീ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനെ ജയിക്കുവാനുള്ള, അതിനെ സഹിക്കുവാനുള്ള, ആ സമയത്ത് നിൽക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ദൈവമക്കളെ. നെവർ നെവർ ഗിവ് അപ്പ്.